وأحسن منك لم ترى قط عيني. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആമിന ബീവിക്ക് ഉമ്മു ഐമൻ എന്ന ഒരു അടിമ സ്ത്രീയും 5 ഒട്ടകങ്ങളും ഏതാനും ആടുകളും അനന്തരമായി ലഭിച്ചു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം ഗർഭിണിയായ ആമിന ബീവിയെ വല്ലാണ്ട് നൊമ്പരപ്പെടുത്തിയെങ്കിലും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള പോരിശകളും മഹാത്മ്യങ്ങളും കിനാവുകളിൽ പല തവണകളായി അറിഞ്ഞുകൊണ്ടിരുന്നു. അത് ആമിന ബീവിയെ വല്ലാണ്ട് സന്തോഷപ്പെടുത്തി. ഒരിക്കൽ ഒരു അശ്ലീരി കേട്ടു, നിങ്ങൾ ഗർഭം ചുമന്നിരിക്കുന്നത് പ്രപഞ്ചനായകനെയാണ്. കുഞ്ഞ് ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കുക. അസൂയാലുക്കളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക. അതേസമയം അബ്ദുൽ മുത്തലിബിനും ഇതുപോലൊരു അഭൗതിക സന്ദേശം ലഭിച്ചിരുന്നു. സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന അല്ലലും അലട്ടലും ഭാരപ്രയാസവുമൊന്നും ആമിന ബീവിക്കുണ്ടായിരുന്നില്ല. ആനക്കലഹ സംഭവത്തിന്റെ 50-ാം ദിവസം ആമിന ബീവിയുടെ 9 മാസത്തെ അഭിലഷണീയ കാത്തിരിപ്പിനൊടുവിൽ ക്രിസ്തുവർഷം 571 ഏപ്രിൽ 20-ാം തീയതി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ബനു ഹാഷിമിയിലെ അബൂ ത്വാലിബിന്റെ വീട്ടിലായിരുന്നു സംഭവം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഷഫാഹ് ബീവിക്കായിരുന്നു പ്രസവമെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. സഹായത്തിനായി ആമിന ബീവിയുടെ അടിമ സ്ത്രീ ബറക്ക എന്നറിയപ്പെടുന്ന ഉമ്മു ഐമൻ എന്ന പേരും. അങ്ങനെ പ്രഭാതത്തോടടുത്ത സമയം ആ ചെറിയ ഹുജ്റ പ്രകാശപൂരിതമാകുന്നു. അതാ ലോകനേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ കൈകൾ രണ്ടും നിലത്തുകുത്തി കണ്ണുകൾ മേപ്പോട്ടുയർത്തി ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നു. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.